VS അച്യുതാനന്ദൻ ഒരു കാലത്തും വെള്ളാപ്പള്ളി നടേശനോട് ഒരു നിലയ്ക്കുള്ള കോംപ്രമൈസും എടുത്തിട്ടുള്ള ആളല്ല. അതിന്റെ പേരിൽ VS അച്യുതാനന്ദന് വല്ല നഷ്ടവും പറ്റിയോ? പക്ഷെ നിങ്ങൾക്കൊക്കെ ഈ പേടി എന്തിനാണ്? VS അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി നടേശനെ ഒരു വ്യക്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ. SNDP യോഗം മുഴുവനായി കണ്ടിട്ടില്ല. വെള്ളാപ്പള്ളി അദ്ദേഹത്തെ ആഞ്ഞാക്രമിച്ചിട്ടുണ്ട്. VS ഒരു പരിക്കും പറ്റിയിട്ടില്ല. പക്ഷെ VS പോയി. നിങ്ങൾ അങ്ങനെ അല്ല കാണുന്നത്. നിങ്ങൾക്ക് VS പോലെ വർത്താനം പറയാൻ പറ്റുന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള പൊളിറ്റിക്സ് അതാണ്. ഞങ്ങളും VS തമ്മിൽ തർക്കമുണ്ടെന്ന് വരുത്താനാണ് നിങ്ങളുടെ ശ്രമം. അത് നിങ്ങൾ കൊണ്ട് നടന്നാൽ മതി. അല്ല, VS അല്ലേ ശ്രമം കൊണ്ട് നിങ്ങൾ നടന്നോ? വെള്ളാപ്പള്ളി നടേശനോട് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത്. VS പറഞ്ഞതും പാർട്ടി നിലപാട് തന്നെയാണ്. പിന്നെ ഞങ്ങൾ വെറുതെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യം ഉണ്ടെന്ന് വരുത്താനൊന്നും ശ്രമിക്കണ്ട. ശരി മാഷെ, ഞാനിത് വിട്ടു. അടുത്ത ഞാനൊന്ന് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനൊക്കെ ഇത്ര തന്നെ കാമ്പില്ല. നമ്മൾ 1 മണിക്കൂറായില്ലേ? 1 മണിക്കൂറായി. മാഷിന് പറയാനുള്ളതാണ് എവിടെ വരെ പറയാൻ പറ്റും? എനിക്ക് എന്ത് മാത്രം ചോദിക്കാൻ പറ്റും? അത് മണിക്കൂറായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അല്ല, ഇലക്ഷനിലേക്ക് മറുപടി പറയുന്നത് ഞാൻ പറഞ്ഞത് ഒളിച്ചോടി പോകേണ്ട ഒരു കാര്യം CPM ഇല്ല. നിങ്ങളോട് പറയുന്ന നിലപാടിനോടും നയത്തോടും ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ പറ്റിയില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടക്കണോ? ശരി ശരി മാഷെ, ഞാൻ ഇനി ഇലക്ഷനിലെ മറുപടി പറയുന്നത് എനിക്ക് യാതൊരു തരുമ്പും പ്രശ്നമില്ല. ശരി, അടുത്തത് 1-2-3 മാസം കൂടി മാത്രമേ ഇനിയിപ്പോൾ നമ്മൾ അസംബ്ലി ഇലക്ഷനിലേക്ക് പോകാൻ ബാക്കിയുള്ളൂ. അപ്പൊ നിലവിൽ ഇപ്പോൾ എടുക്കുന്ന ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ടല്ലോ. ഒന്ന് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസന പരിപാടികൾ, 2 സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ, മൂന്നാമത്തേത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന UDF എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് ആൻഡ് മുസ്ലിം എക്സ്ട്രീമിസം. ഈ ഒരു പാക്കേജ് ആണോ ഇലക്ഷൻ പ്രചാരണ ആയുധമായിട്ട് അസംബ്ലിയിലും വെക്കാൻ പോകുന്നത്? ഞങ്ങൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, മതനിരപേക്ഷ കേരളം. അത് നിങ്ങളെന്താ വിട്ടുകളഞ്ഞത്? മറ്റൊന്ന്, വികസിത കേരളം, പുതിയ കേരളം, നവകേരളം. അതിൻ്റെ വികസനം, അതുപോലെ തന്നെ അതിൻ്റെ പുതിയ പാത, ഈ അതിദാരിദ്ര്യം ഉൾപ്പെടെ ഇനിയിപ്പം ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കാനുള്ള കാര്യം, ജനങ്ങളുടെ മൗലികമായ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം കണ്ടുകൊണ്ടുള്ള ഒരു പുതിയ തലത്തിലേക്ക് കേരളത്തെ ഉയർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വികസനം, അതിൻ്റെ ഒപ്പം തന്നെ ഒരു പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ, അതോടൊപ്പം സർവതല സ്പർശിയായ മേഖലയിൽ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ടാറ്റയെയും ബിർളയെയും അദാനിയെയും അംബാനിയെയുമാണ് ഇതേവരെ ഭരണവർഗം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അതിദാരിദ്ര്യം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കലാണ്, ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തലാണ്. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലകൊള്ളുന്നത്. അപ്പോൾ മതനിരപേക്ഷ ഉള്ളടക്കം വേണം, സമാധാനപരമായ ഒരു അന്തരീക്ഷം വേണം. അത് വർഗീയത ഇല്ലാത്ത ഒരു വർഗീയ കലാപം നടക്കാതെ ഒരു 10 കൊല്ലാണ് കഴിഞ്ഞു പോയത്. വർഗീയ കലാപം നടത്താൻ വേണ്ടിയുള്ള നിരവധി ശ്രമങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. അത് ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. അതൊക്കെ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെയൊക്കെ ഫലപ്രദമായി നേരിട്ടുകൊണ്ടാണ് കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ പ്രവർത്തിച്ചത്. അപ്പോൾ മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടിയുള്ള കേരളത്തെയാണ് ഞങ്ങൾ കാണുന്നത്. ഒപ്പം ഒരു വികസിത കേരളത്തെയാണ് കാണുന്നത്. സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിർത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളതിൻ്റെ പാരമ്പര്യം തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് CPI പാർട്ടിയെ കുറിച്ചൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ 2 ടേം ഇളവിന്റെ കാര്യത്തിലുള്ള സവിശേഷാനുകൂല്യം പിണറായി വിജയന് മാത്രമായിരിക്കുമോ, അതോ ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ആളുകൾക്ക് അക്കാര്യത്തിൽ ഇളവുണ്ടായേക്കുമോ? ഞങ്ങൾ ഈ കാര്യം സംബന്ധിച്ച് ഇതേവരെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ക്രൈറ്റീരിയ എന്താണ് എന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 2-ാം ടേം 3-ാം ടേം ഒന്നും അത് കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അംഗീകരിച്ച ഒരു ക്രൈറ്റീരിയയാണ്. ആ ക്രൈറ്റീരിയ അതേപോലെ തുടരുകയാണ് എന്നുള്ളതൊന്നും തിരിധാരണ വേണ്ട. ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ ക്രൈറ്റീരിയയാണ്. ആ ക്രൈറ്റീരിയ അനുസരിച്ച് എന്താവണം എന്നത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ആരംഭിച്ചിട്ടേ ഇല്ല. CPM ആരംഭിച്ചിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആരംഭിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഈ 2 ടേം എന്നുള്ളത് അന്നത്തെ എടുത്ത ഒരു നിലപാടാണ്. അത് ഈ തവണ ആവർത്തിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ക്രൈറ്റീരിയ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും ഭാഗമായിട്ടാണ് തീരുമാനിക്കുക. ഓക്കെ CMV ഗോവിന്ദൻ മാസ്റ്റർ, താങ്ക് യു ഫോർ ജോയിനിങ് us. ഇത്രയും സമയം നന്ദി.